ഹൈക്കോടതിയെ വെല്ലുവിളിച്ച് കേരള സർവകലാശാല താൽക്കാലിക VC ആയിരുന്ന സിസ തോമസ്. രജിസ്ട്രാർ KS അനിൽകുമാറിനെ സർവകലാശാലയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് സിസ തോമസ് വിലക്കി. അനിൽകുമാറിന് രജിസ്ട്രാറായി തുടരാമെന്ന ഹൈക്കോടതി നിർദ്ദേശം മറികടന്നാണ് സിസ തോമസിന്റെ നടപടി. വിവരങ്ങളുമായി ഷീജ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, വളരെ കൃത്യമായി ഹൈക്കോടതിയുടെ ഉത്തരവിനെ ലംഘിക്കുന്ന തരത്തിലേക്ക് പോകുന്നു സിസ തോമസിന്റെ നടപടി. അത് തീർച്ചയായും ഗവർണർ ചാൻസലർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ പിന്തുണയോടുകൂടി തന്നെയാണ്. എന്താണ് ഇപ്പോൾ അനിൽകുമാറിന് ഏർപ്പെടുത്തിയിരിക്കുന്ന വിലക്കിന്റെ വിശദാംശങ്ങൾ? സിജു, ഏതായാലും അതായത് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ട് തന്നെയാണ് ചാൻസലറുടെയും വൈസ് ചാൻസലറുടെയും പ്രവർത്തനങ്ങൾ എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഡോക്ടർ സിസ തോമസ് VC ആയിരുന്ന സമയത്ത്. അതായത് സിസ തോമസിൻ്റെ കാലാവധി എന്ന് പറയുന്നത് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം രാത്രി 12 മണി വരെയാണ്. പക്ഷേ 11:50 ആകുമ്പോൾ ഒരു ഉത്തരവിറക്കുന്നു, ഒരു കത്ത് മെയിൽ മുഖാന്തരം രജിസ്ട്രാർ ആയിട്ടുള്ള KS അനിൽകുമാറിന് മെയിൽ അയക്കുന്നു. ആ മെയിലിൽ പറയുന്നത് കേരള സർവകലാശാലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കേരള സർവകലാശാലയിൽ പ്രവേശിക്കാൻ പാടില്ല, അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നതാകട്ടെ ഈ രജിസ്ട്രാർ എന്ന് പറയുന്നത് സസ്പെൻഷനിലുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ കാലയളവിൽ സർവകലാശാലയുടെ പ്രവർത്തനങ്ങളുമായി ഒരു തരത്തിലും ഇടപെടാൻ പാടില്ല എന്നുള്ളൊരു കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു മെയിൽ അയച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, സിൻഡിക്കേറ്റിൻ്റെ പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം ചേർന്നാണ് കേരള സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് നിന്നും സസ്പെൻഡ് ചെയ്തിരുന്ന KS അനിൽകുമാറിനെ വീണ്ടും ആ സ്ഥാനത്തേക്ക്, ആ സസ്പെൻഷൻ റദ്ദാക്കുകയും ആ സ്ഥാനത്തേക്ക് വീണ്ടും നിയമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കോടതി അടക്കം അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ കോടതി പോലും തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. കോടതിക്ക് പോലും, കോടതിയുടെ ഉത്തരവിന് പോലും മുഖവിലക്കെടുക്കാതെ സിസ തോമസ് മുന്നോട്ട് പോവുകയാണ്. അനിൽകുമാർ തസ്തികയിൽ ജോലി ചെയ്യേണ്ടതില്ല എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ സിസ തോമസിന്റെ ഉത്തരവ് വന്നിരിക്കുന്നത്.